പ്രകൃതിക്ക് എനിക്ക് തോന്നുന്നു, എനിക്കറിയാം പ്രകൃതിക്ക് വാഹനങ്ങളോട് കമ്പമുണ്ട് അല്ലെ? വാഹനങ്ങൾ ഇഷ്ടമാണ്, വാഹനങ്ങളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. അതെ, വാഹനങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, പ്രത്യേകിച്ച് കാർ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അതുപോലെയുള്ള വണ്ടി പ്രാന്തന്മാർ അങ്ങനെ വിളിക്കാം. അത് നല്ല പോസിറ്റീവായിട്ടാണ്. അല്ല, അത് പോസിറ്റീവ് നോട്ടാണ്. അല്ല, അത്രയധികം താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ ശ്രദ്ധിക്കാറുണ്ട് എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഏതൊരു വണ്ടി ഭ്രാന്തന്മാരെയും കൊതിപ്പിക്കുന്ന ഒരു സൂപ്പർ വണ്ടി പത്തനംതിട്ട നഗരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് മാത്രമല്ല, വിന്റേജ് ഇനത്തിൽപ്പെട്ട, വിന്റേജ് സീരീസിൽപ്പെട്ട കാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർ പ്രേമികൾക്ക് ആ വാഹനം ഇഷ്ടമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്ത് തന്നെ അപൂർവ ഇനം ആയിട്ടുള്ള ഈ ഒരു മോഡൽ കാറാണ് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നത്. ആ മോഡലിന്റെ ഉടമ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് പ്രത്യേകത, അത് മറ്റാരുമല്ല, മുൻ മന്ത്രി ആർ ബാലകൃഷ്ണ പിള്ളയാണ്. അതിന്റെ നമ്പറും ഒരു ഫാൻസി നമ്പറാണ്, KCT 0050. അതാണ് വണ്ടി നമ്പർ. അപ്പോൾ ആ കാറിന് ചില കാര്യങ്ങളുണ്ട്, ചില വിശേഷങ്ങളുണ്ട്. ആ വിശേഷങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ശ്രീകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ കയറിയിരിക്കുന്ന ഈ ഒരു കാറ്, മാരുതി കാർ, ഇതൊരു പഴയ കാറാണ്. കാറിൻ്റെ നമ്പറും കുറച്ച് എന്താ പറയുക, ഒരു ഫാൻസി നമ്പറാണ്, KCT 0050. പണ്ട് KCT 50 എന്ന് മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ വണ്ടി ആരുടേതാണെന്ന് നമുക്ക് നോക്കാം. ഈ വണ്ടിയുടെ ഓണർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ വണ്ടിയുടെ ഒരു ചരിത്രം, ഒരു പ്രമുഖ വ്യക്തിയുടെ വണ്ടിയായിരുന്നു. പ്രമുഖ വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രേഖാപ്രകാരം ആർ ബാലകൃഷ്ണപിള്ളയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഓണർ. അത് കഴിഞ്ഞിട്ടൊരു 3-4 ഓണർഷിപ്പ് മാറി ഞാൻ എടുത്തതാണ്. ഞാൻ എടുത്തിട്ടിപ്പോൾ ഒരു 15 വർഷമായി. ഈ വണ്ടിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് ചേട്ടൻ കരുതുന്നത്? പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡീസൽ വണ്ടിയാണ്. ഓക്കെ, എൻ്റെ അറിവിൽ ഇപ്പം കേരളത്തിൽ ഒരു ഡീസൽ വണ്ടി ഉണ്ടോ? മാരുതിയുടെ ഡീസൽ. നമുക്കറിയാം, ആർ ബാലകൃഷ്ണപിള്ള കേരളത്തിൻ്റെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നു അദ്ദേഹം. 1987 ഈ വാഹനം അദ്ദേഹം എടുത്തതെന്നാണ് രേഖകൾ പ്രകാരം പറയുന്നത്. പക്ഷേ മനസ്സിലാക്കുന്ന പ്രകാരം ഇത് ഓടിച്ചു നടന്നത് ചിലപ്പോൾ ഒരു പക്ഷേ KB ഗണേഷ് കുമാർ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനും ഇപ്പോൾ മന്ത്രിയായ, ഗതാഗത മന്ത്രിയായ KB ഗണേഷ് കുമാർ, അദ്ദേഹത്തിന് വണ്ടി അറിയുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ചേട്ടാ, അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ആയിരിക്കും, തീർച്ചയായും. എന്തായാലും മന്ത്രി മിനിസ്റ്റർ ഇത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ആർ ബാലകൃഷ്ണപിള്ള മകനല്ലേ, അദ്ദേഹം ഒരുപാട് കാലം ഉപയോഗിച്ച വണ്ടിയാണെന്ന് എനിക്ക് കിട്ടിയ അറിവ്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? എത്ര മൈലേജ് കിട്ടും? മൈലേജ് ഒരു 30 മൈലേജ് കിട്ടും. 30 കിട്ടും. 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ കടൽ പോലും ഇങ്ങനെ കിടക്കും. 5 ഗിയറാണ് വണ്ടി. അത് പൂക്കുറ്റി പോലെ പൊക്കോളും, ഒരു സൗണ്ടും ഇല്ല, ഒന്നുമില്ല. നമ്മളല്ല എഞ്ചിൻ കയറ്റിയിരിക്കുന്നത്. ഇത് അറിവും പ്രകാരം ആദ്യം ആർ ബാലകൃഷ്ണപിള്ള, ഗണേഷ് കുമാർ ആ സമയത്ത് അവർ ഡാഡ്സു എന്ന് പറയുന്ന എഞ്ചിന് ഇമ്പോർട്ട് ചെയ്ത് ഇതിൽ കയറ്റി. നമ്മുടെ ബുക്കിലും ഡീസലാണ്. ഇത് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ, കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട്? ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് കൊടുക്കാൻ താല്പര്യമില്ല. എത്ര രൂപ വരെയൊക്കെ പറഞ്ഞു? ഒരു 1 ലക്ഷം രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. പലരും ചോദിക്കുന്നുണ്ട്, നമുക്ക് കൊടുക്കാൻ താല്പര്യമില്ല. എന്നാലും KB ഗണേഷ് കുമാർ മന്ത്രി അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വണ്ടിയാണെങ്കിൽ അദ്ദേഹം തിരിച്ചറിയട്ടെ. സഞ്ജയ് ഇക്ബാലിനും അഭിലാഷ് കൈതമണ്ണും ഈ ചേട്ടന്മാർക്കും ഒപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.